കന്നിക്കിരീടം മോഹിച്ചാണ് ഹർമൻപ്രീതും സംഘവും ഇന്ന് കളിക്കളത്തിലേക്ക് എത്തുന്നത്. അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഇന്ത്യൻ വനിതകൾ മികച്ച ഫോമിൽ. ആദ്യ മത്സരങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച കരുത്തുമായാണ് അമോൽ മുസുംദാറും സംഘവും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കലാശപ്പോരിനിറങ്ങുന്നത്. ഓസീസിനെതിരെ റെക്കോർഡ് ചേസിങ്ങിലൂടെയാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയത്. ജമീമ റോഡ്രിഗസിന്റെ ഒറ്റയാൾ പോരാട്ടവും ഹർമൻപ്രീതിന്റെ ക്യാപ്റ്റൻ സ്നോക്കും സെമിയിൽ ആരാധകരെ രോമാഞ്ചം കൊള്ളിച്ച നിമിഷങ്ങൾ. ഈ ടൂർണമെന്റിൽ 2 പ്രാവശ്യമാണ് റെക്കോർഡ് ചേസിങ്ങിന് സാക്ഷ്യം വഹിച്ചത്. 2 മത്സരങ്ങളും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ. ലോകകപ്പിലെ 13ാം മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ 330 റൺസ് വിജയലക്ഷ്യം മറികടന്ന ഓസീസിനെ സെമിയിൽ ഇന്ത്യയുടെ തിരിച്ചടി. 339 റൺസ് വിജയലക്ഷ്യം 9 പന്തുകൾ ശേഷിക്കെ മറികടന്നു. ഫൈനലിലേക്ക് എത്തുമ്പോൾ ഇന്ത്യക്ക് വെല്ലുവിളിയാകുന്നത് ഓപ്പണിംഗിലെയും ബൗളിംഗിലെയും സ്ഥിരതയില്ലായ്മ. ഓസീസിനെതിരെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ പിറന്നത് 13 റൺസ് മാത്രം. കലാശപ്പോരിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയും ഷെഫാലി വർമ്മയും തീർക്കുന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇന്ത്യക്ക് നിർണായകമാവും. ബൗളിംഗിൽ വിക്കറ്റുകൾ വീഴ്ത്തുന്നുണ്ടെങ്കിലും വാരിക്കോരി റൺസ് വിട്ടുകൊടുക്കുന്നത് ഇന്ത്യക്ക് വെല്ലുവിളിയാണ്. ഫൈനലിൽ ഓപ്പണിംഗും ബൗളിംഗും താളം കണ്ടെത്തിയില്ലെങ്കിൽ 8 വർഷം മുമ്പത്തെ ലോകകപ്പ് ഫൈനൽ ആവർത്തിക്കും. മറുവശത്ത് ദക്ഷിണാഫ്രിക്ക ഇറങ്ങുന്നത് ഈ ലോകകപ്പിൽ ഇന്ത്യയെ 3 വിക്കറ്റിന് കീഴടക്കിയ ആത്മവിശ്വാസവുമായി. 8ൽ 6 കളിയും ജയിച്ചെത്തുന്ന സന്തുലിതമായ സംഘവുമായാണ് 26-കാരി ലോറ വോൾവാർഡ് കലാശപ്പോരിലേക്ക് എത്തുന്നത്. നേർക്കുനേർ കണക്കുകളിൽ ഇന്ത്യക്കാണ് മുൻതൂക്കം. ആകെ കളിച്ച 34 ഏകദിനത്തിലും 20ലും ജയം ഇന്ത്യക്കൊപ്പം. 13ൽ ദക്ഷിണാഫ്രിക്ക വിജയിക്കുകയും ചെയ്തു. അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ഫ്രോട്ടീസ് കരുത്ത് കാട്ടി. നവി മുംബൈയിൽ ആര് വിജയിച്ചാലും ചരിത്രമാണ്. ഏകദിന ലോകകപ്പിന് പുതിയ അവകാശികളാകും. ലോകകപ്പ് ചാമ്പ്യന്മാർ ആരാകും? ഇന്ത്യ കിരീടമുയർത്തുമോ? എല്ലാ കണ്ണുകളും DY പാട്ടീൽ സ്റ്റേഡിയത്തിലേക്ക്.